ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയർ ടൈപ്പ് IQIs പറ്റിയാണ്. ഇപ്പം വയർ ടൈപ്പിനകത്ത് പാരലലി അറേഞ്ച്ഡ് ആണ്. ഒരു വയറിൽ നിന്നും അടുത്ത വയറിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈക്വി ഡിസ്റ്റന്റ് പാരലലി പ്ലേസ്ഡ് വയേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്നിട്ട് മേലെ നിന്ന് റേഡിയേഷൻ വന്നു. അപ്പൊ ഇതിലെ കൂടെയും കടന്നു പോകും, മെറ്റീരിയലിൽ കൂടെയെല്ലാം കടന്ന് താഴെയുള്ള ഫിലിമിൽ ഇമേജ് ജനറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ചിലപ്പോ ഇതിൽ ഏറ്റവും ലാസ്റ്റിലുള്ള ഈ വയറിന്റെ ഇമേജ് കിട്ടുന്നുണ്ടാവാം, ഇതിന്റെ ഇമേജ് കിട്ടുന്നുണ്ടാവാം, ഇതിന്റെ കിട്ടുന്നുണ്ടാവാം, എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ റേഡിയേഷൻ വരുന്ന റേഡിയേഷൻ, ഇൻകമിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി റേഡിയേഷൻ തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഈ ഏറ്റവും ചെറുതിന്റെ കിട്ടുന്നുണ്ട്, രണ്ടാമത്തെയും മൂന്നാമത്തെയും വരെ കിട്ടുന്നുണ്ട്, 4 മുതലുള്ള ഒന്നിന്റെയും ഇമേജ് കാര്യമായിട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് കുറെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ചിലപ്പോൾ ഈ അവസാനത്തെ 3 ആയിരിക്കും ചിലപ്പം കിട്ടുക. ഡയമീറ്റർ കുറഞ്ഞതിന്റെ ഒന്നും ഇമേജ് വരുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റി റേഞ്ച് എത്രയാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള IQIs-നെയാണ് നമ്മൾ വയർ ടൈപ്പ് IQIs എന്ന് പറയുന്നത്. Wire type or DIN wire, DIN wire type IQIs are common. Then ഒരു മോഡലാണ് DIN 54109. It consists of equidistant parallel wires whose diameter increases in geometric progression. Then വേറൊരു മോഡൽ DIN 54110 consists of 4 indicators. 4 wires ആണ്. അപ്പോൾ ഒരു 4 വയേഴ്സിനെ പാരലലി ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തതാണ് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ ഓരോന്നിന്റെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് ഇൻക്രീസ് ചെയ്യുക. ദെൻ അടുത്താണ് പ്ലേഗ് ടൈപ്പ് ഓർ സ്ട്രിപ്പ് ടൈപ്പ്. Plague type IQI or strip type. This is having 3 holes drilled on strip having thickness 2% of specimen. നമ്മുടെ ഫിഗർ നോക്കാം. ഇത് ആക്ച്വലി ഒരു സ്ട്രിപ്പ് ടൈപ്പ് അല്ലെങ്കിൽ പ്ലേഗ് ടൈപ്പ് IQI ആണ്. ഒന്നുമില്ല, ഒരു മെറ്റൽ സ്ട്രിപ്പാണ്. അപ്പൊ ഈ സ്ട്രിപ്പിനകത്തൊരു 3 ഹോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. 3 ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഓരോ ഹോളും നമുക്കറിയാം ഡിഫറെന്റ് ഡയമീറ്ററിലാണ്. ഒരു ലാർജ് ഡയമീറ്റർ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഡയമീറ്റർ ഇത്, ഏറ്റവും ചെറുത് ഈ നടുക്കുള്ളത്, പിന്നെ വേറൊരു ഡയമീറ്റർ റേഞ്ചിലുള്ള ഹോളും കൂടി ഉണ്ട്. ഇനി ടെസ്റ്റ് ചെയ്യേണ്ട എലമെന്റിന്റെ തിക്നെസ് എത്രയാണോ അതിന്റെ ഒരു 20% തിക്നെസ് ഈ സ്ട്രിപ്പിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഈ സ്ട്രിപ്പ് ഞാൻ ടെസ്റ്റ് പീസിന്റെ മേലെ വെക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റേഡിയേഷൻ പാസ് ചെയ്യുന്നു. ഇപ്പൊ റേഡിയേഷൻ ഈ പ്ലേറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിപ്പിലൂടെയും പോവും, ഈ ഹോളിലൂടെ പോവും. അപ്പൊ എനിക്ക് ഇമേജിനകത്ത് കൃത്യമായിട്ട് ഈ ഒരു സ്ട്രിപ്പിന്റെ ഇമേജും ഈ സ്ട്രിപ്പിലുള്ള ഹോളിന്റെ ഇമേജുകളൊക്കെ കിട്ടണം. ബട്ട് ഇമേജിനകത്ത് എനിക്ക് ഈ വലിയ ഹോളിന്റെ ഇമേജ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് രണ്ടും വരുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം സെൻസിറ്റിവിറ്റി റേഞ്ച് ഈ ഡയമീറ്ററിനെ ഒന്നും മെഷർ ചെയ്യുന്നില്ല. അപ്പൊ സെൻസിറ്റിവിറ്റി റേഞ്ച് വളരെ കുറവാണ്, സെൻസിറ്റിവിറ്റി കുറവാണ്. അത് വലിയ ഡയമീറ്റർ മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. ചെറിയ ക്രാക്കുകളൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല ഇപ്പോഴത്തെ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് എന്ന് മനസ്സിലാവല്ലോ അല്ലെ. അതേപോലെ തന്നെയുള്ള വേറെയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രിപ്പ് ടൈപ്പ് IQIs ആണ്. ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതല്ല, ഇതൊക്കെ സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ആണ്. ഈ IQIs എന്ന് പറയുന്നത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ക്വാളിറ്റി ഉള്ള പല ടെസ്റ്റിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് അസോസിയേഷൻസിന്റെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് ടെസ്റ്റിംഗ് മെഷീൻസും അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ. ഇത് ASTM, ഇതെവിടെ നിങ്ങൾക്ക് കാണാം. ഈ പ്ലേഗ് ടൈപ്പിനകത്ത് ASTM-ന്റെ പേര്, ഇത് ASTM പ്രൊഡക്റ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ്. അങ്ങനെ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, SAE സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് 3 ടൈപ്പ് പ്ലേഗ് ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ടൈപ്പ് എലമെന്റ് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെയുള്ള 3 ഡയമീറ്റർ ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് വേറൊരു സൈസിലുള്ളതാണ്. മൂന്നാമത്തെ ഈ പ്ലേഗ് ടൈപ്പ് സ്ട്രിപ്പ്, ഈ പ്ലേഗ് ടൈപ്പ് IQI നോക്കി, ഇതിനകത്ത് നേരത്തെ പോലെ തന്നെ 3 ഹോൾസ് ഇവിടെയൊക്കെ ഉണ്ട്. അതിന് പുറമെ ഇതിന്റെ ഔട്ടർ പെരിഫറിയിൽ ചെറിയ വെഡ്ജുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു വെഡ്ജ് അതേപോലെ ടോപ്പിലുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇമേജിനകത്ത് ഈ 3 ഹോളും കിട്ടണം, അതേപോലെ ഈ ചെറിയ കട്ടിങ്സ് ഒക്കെ നമ്മുടെ ഇമേജ് കിട്ടണം.
അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയേഷൻ വരുന്ന റേഡിയേഷൻ, ഇൻകമിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇനഫാണ്. നമ്മൾ 3 ടൈപ്പ് IQIs ആണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റെപ്പ് ടൈപ്പ്, സെക്കൻഡ് വൺ, തേർഡ് വൺ സ്ട്രിപ്പ് ഓർ പ്ലേറ്റ് ടൈപ്പ്. ക്ലിയർ ആണല്ലോ? ഹലോ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഫിലിം പ്രോസസ്സിംഗ്. റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, മേ ബി essay ആയിട്ടും ചോദിക്കാം. ഫിലിം പ്രോസസ്സിംഗ് നമ്മള് പിന്നെ പണ്ടൊക്കെ ക്യാമറ സിസ്റ്റം, ഇപ്പോഴാണല്ലോ SLR ഒക്കെ വന്ന്. പണ്ടൊക്കെ ഫിലിം ക്യാമറയാ. നിങ്ങളെയൊക്കെ ചെറുതിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഡാക്കിന്റെയും മറ്റേ പല കമ്പനികളുടെ ഒരു ഫിലിം റോളിങ് ചെയ്തിട്ട് നമ്മൾ ക്യാമറയിൽ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും, എന്നിട്ട് ഫോട്ടോ എടുക്കും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിലിം എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ആക്കി മാറ്റാൻ വേണ്ടി കഴുകാൻ കൊടുക്കും അല്ലെ? ഫിലിം കഴുകാൻ കൊടുക്കില്ല. എടാ അങ്ങനെ ഒരു സംഭവം അറിയില്ലേ? ഹലോ, എടാ കേൾക്കുന്നുണ്ടോ? ഹലോ, കട്ടായി പോയി. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫിലിം പ്രോസസ്സിങ്ങിനെ പറ്റിയാണ്. ഫിലിം പ്രോസസ്സിങ് എന്താണുള്ളത്? നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റത്തിൽ പണ്ടത്തെ റോളിംഗ് ക്യാമറയിലൊക്കെയുള്ള ഫിലിം കഴുകുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിലിം പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉള്ള ഒരു സിനിമയുടെ കഥയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്, മഹേഷിന്റെ പ്രതികാരം. അതിനകത്ത് പിന്നെ ഒരു ഡാർക്ക് റൂമിനകത്ത് ഒരു റെഡ് കളർ ലൈറ്റ് ഉള്ള ഒരു റൂമിനകത്ത് വെച്ചിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നതായിട്ടുള്ള ഒരു സീനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തോ ആട്ടെ, നമുക്കത് അവിടുത്തെ സിനിമയൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതാണ്, നമ്മളൊരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റേഡിയേഷൻ സോഴ്സ് വേണം, ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ വേണം, ദെൻ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഫിലിം വേണം. അപ്പോൾ നമ്മൾ റേഡിയേഷൻ സോഴ്സിൽ നിന്ന് റേഡിയേഷൻ മെറ്റീരിയൽ ത്രൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിമിനകത്ത് ഒരു ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്യും. ലാറ്റന്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പോയി വീണ സ്ഥലങ്ങളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറയാം. അങ്ങനെ ലാറ്റന്റ് ഇമേജ് ഫോം ചെയ്ത ഫിലിമുകളെ ഒരു ആക്ച്വൽ ഒരു ഫോട്ടോ പോലെ ആക്കി മാറ്റുന്ന പരിപാടി, ദാറ്റ് ഈസ് ഫിലിം പ്രോസസ്സിംഗ്. അപ്പൊ ആ ഫിലിം പ്രോസസ്സിംഗ് എങ്ങനെയാണ് ചെയ്യുക? ഒരു ഫിലിം കിട്ടിക്കഴിഞ്ഞാൽ
അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത ഫിലിം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ഇമേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒരു ആക്ച്വൽ ഇമേജ് ആക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യും, ദാറ്റ് ഈസ് ഫിലിം പ്രോസസ്സിംഗ്. സോ റേഡിയോഗ്രാഫിക് വേവ്സ് സ്ട്രൈക്സ് ദി ഫിലിം, സം ഓഫ് ദ Br minus ions liberated leaving the Ag plus ions. In this condition radiograph produce latent image. നമുക്കറിയാം ഫിലിം എന്ന് പറഞ്ഞാൽ എന്താ റേഡിയോഗ്രാഫിക് ഫിലിം, അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? ഫിലിം എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു സിംഗിൾ എലമെന്റ് ആണോ, അല്ല വേറെ കുറെ കാര്യങ്ങൾ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണോ? കുറെ എലമെന്റ് കമ്പൈൻ ചെയ്തു. ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്? ഒരു ബേസ് മെറ്റീരിയൽ ഉണ്ടാവും, ഒരു കാർഡ്ബോർഡ് ലൈക്ക് അല്ലെങ്കിൽ ഒരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവും. അതിന്റെ മേലയില് രണ്ട് ഭാഗത്തും ഒരു കോട്ടിങ് കൊടുക്കും അല്ലെ? സിൽവർ ബ്രോമൈഡ് അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡിന്റെ ഒരു കോട്ടിങ് രണ്ട് ഭാഗത്തും കൊടുക്കും. എന്നിട്ട് അതിന്റെ മേലയിൽ പ്രൊട്ടക്റ്റീവ് ലെയർ കോട്ടിങ്ങും കൂടി കൊടുക്കും. അതല്ലേ ഫിലിം? ഓക്കെ. അപ്പൊ ഈ ഫിലിമിന്റെ മേലയിൽ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും എന്ന് പറഞ്ഞിട്ട്. ആ കെമിക്കൽ റിയാക്ഷനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ ഒരു ഫിലിം എടുക്കുന്നു. ഈ ഫിലിമിന്റെ മേലയിൽ സിൽവർ ബ്രോമൈഡിന്റെ AgBr അതല്ലേ സിൽവർ ബ്രോമൈഡിന്റെ ഒരു കോട്ടിംഗ് ആണ്, കോട്ടിംഗ് എമൾഷൻ ആണുള്ളതെന്ന് വെച്ചോ, AgBr. അപ്പൊ ഈ ഷീറ്റിന്റെ ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും AgBrന്റെ കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മേലെ ഒരു സ്ഥലത്ത് നിന്ന് എക്സ്റേ വന്ന് വീഴുമ്പോൾ എന്താണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് സം ഓഫ് ദി Br minus ions liberated and leaving Ag plus ions. അതായത് AgBr ഉണ്ടാവും, സ്പ്ലിറ്റ് ആവും കെമിക്കൽ റിയാക്ഷന്റെ ഭാഗത്ത്. എവിടെയൊക്കെയാണോ എക്സ്റേസ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ഇവിടെ 3-4 പോയിന്റിൽ മാത്രമാണ് എക്സ്റേസ് വന്ന് ഹിറ്റ് ആയിട്ടുള്ളതെങ്കിൽ ആ പോയിന്റിലുള്ള Br minus ions ലിബറേറ്റ് ചെയ്യും, അവിടെ സിൽവർ അയോൺസ് ആയിട്ട് അതങ്ങനെ തന്നെ നിൽക്കും. അതിനെയാണ് നമ്മൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഇതിനകത്ത് കളർ ചേഞ്ച് വരുന്നത്. ആ കളർ ചേഞ്ചിനെയാണ് നമ്മൾ ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഫിലിമിന്റെ ലാറ്റന്റ് ഇമേജ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റേഡിയോഗ്രാഫിക് ഫിലിമിനകത്ത് എക്സ്റേസ് ഓർ ഗാമ റേസ് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് കളർ ചേഞ്ച് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിലിമിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഫിലിമിനകത്ത് ഇത്രയും വരുന്ന ഈ ഒരു ഫിലിമിനകത്ത് എക്സ്റേസ് വന്ന സ്ഥലങ്ങളിലൊക്കെ കളർ ചേഞ്ച് ഉണ്ടായിട്ട് ത്രൂ ഔട്ട് ആദ്യം ഇതൊരു എന്താ പറയാ ലൈറ്റ് കളറായിരുന്നു, പക്ഷെ എക്സ്റേസ് തട്ടിയെടുക്കൊക്കെ ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഒരു ഫിലിമിനെ പ്രോസസ് ചെയ്ത് ഇതിനകത്ത് നിന്ന് ഒരു ഇമേജ് ഫോം ചെയ്യണം. ആ ഇമേജ് ഫോം ചെയ്യുന്ന പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഫിലിം പ്രോസസ്സിംഗ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഫിലിമിനെ ഞാൻ പ്രോസസ്സ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോസസ്സിങ് എങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത ഫിലിമിൽ നിന്നും എങ്ങനെ ഒരു ആക്ച്വൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫിലിം പ്രോസസ്സിങ്ങിനകത്ത് പറയുന്നത്. 5 സ്റ്റെപ്പാണുള്ളത് ഫിലിം പ്രോസസ്സിങ്ങിന്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിലിം പ്രോസസ്സിംഗ് സീരീസ് എക്സാമിനും അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനും ഒക്കെ ചോദിക്കും ഈ ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഫിലിം പ്രോസസ്സിംഗ്? First one, development stage. Second one, stopping the development. Third one, fixing. And fourth one, washing. Last one, drying. Development, stopping the development, fixing, washing, drying. ഓർത്ത് വെക്കുക, ഓരോന്ന് ഇപ്പൊ തന്നെ പഠിച്ചേക്കുക. ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു, ഒരു AgBr എമൾഷൻ കോട്ടിംഗ് ഉള്ള ഫിലിമിന്റെ മേലെ എക്സ്റേസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് Ag ഒറ്റക്കാവും, Br ലിബറേറ്റ് ചെയ്ത് പോവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത ഫിലിമിനെ നമ്മൾ ഫസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിന് വിധേയമാക്കുന്നു. വാട്ട് ഈസ് ഡെവലപ്മെന്റ്? The developing agent gives up electrons to convert the silver halide grains to metallic silver. Grains that have been exposed to the radiation develop more rapidly, but given enough time, the developer will convert all the silver ions to silver metal. Proper temperature control is needed to convert exposed grains to pure silver while keeping unexposed grain as silver halide crystal.
ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പൊ നമ്മൾ എന്താണ് പരിപാടി എന്നുള്ളത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് എൻ്റെ ഫിലിമേ. ഓക്കെ, ഈ ഫിലിമിനകത്ത് ഞാൻ മേലേന്ന് എക്സ്റേസ് വന്ന് തട്ടിയപ്പോൾ എക്സ്റേസ് 1-2 പോയിന്റിൽ, ഒന്ന് എക്സ്റേസ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, എക്സ്റേസ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, എക്സ്റേസ് ഇവിടെ തട്ടിയിട്ടുണ്ട്, എക്സ്റേസ് ഇവിടെ തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് എക്സ്റേ തട്ടി. അതായത് ഈ ഫിലിമിലെ ബാക്കി സ്ഥലങ്ങളിലൊന്നും എക്സ്റേ വന്ന് വീണിട്ടില്ല. അപ്പൊ ഈ തട്ടിയ സ്ഥലങ്ങളിലേക്ക് എന്തുണ്ടായിട്ടുണ്ടാവും? ഒരു കളർ ചേഞ്ച് ഉണ്ടാവും അല്ലെ? ദാറ്റ് ഈസ് ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ. ക്ലിയർ അല്ലേ? ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഏജന്റ് എന്നാണ് നമ്മൾ അതിന് പറയാ. കുറച്ച് കെമിക്കൽസ് ആണ് ഡെവലപ്പിംഗ് ഏജന്റ്സ്, കെമിക്കൽ ഫ്ലൂയിഡ്സ്. ഈ ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫിലിമിനെ, ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത ഫിലിമിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഡിപ്പ് ചെയ്യും. അപ്പൊ ഡെവലപ്പിംഗ് ഏജന്റ് ആയിട്ട് ആരൊക്കെയാണ് ഉപയോഗിക്കാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഡെവലപ്പിംഗ് ഏജന്റായി ഉപയോഗിക്കുന്ന ലിക്വിഡിന്റെ ഒരു ബാത്തിനകത്ത് നമ്മുടെ ഫിലിമിനെ കൊണ്ടുപോയിട്ട് മുക്കും. അങ്ങനെ മുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇപ്പം എക്സ്പോഷർ, എക്സ്റേ റേഡിയോഗ്രഫിയുടെ എക്സ്പോഷർ നടന്ന പോയിന്റുകളാണല്ലോ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ എക്സ്പോഷർ സംഭവിച്ച സ്ഥലത്തുനിന്ന് ഇവിടെ മാത്രം ഈ പറയപ്പെട്ട നമ്മൾ മാർക്ക് ചെയ്ത ഈ സ്ഥലങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. എന്താ ചേഞ്ച് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സിൽവർ ഹാലൈഡ് ഗ്രെയിൻസ് കൺവേർട്ടഡ് ടു മെറ്റാലിക് സിൽവർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ലാറ്റന്റ് ഫോർമേഷന്റെ സമയത്ത് Ag+ അയോൺസ് ആയിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. Ag+ അയോൺസ്, Br- ഇവിടുന്നൊക്കെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൊക്കെ Ag+ അയോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ എക്സ്പോഷർ നടന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സിൽവർ ഹാലൈഡ് ഗ്രെയിൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു തരി അല്ലെ, നമ്മുടെ സിൽവർ ക്ലോറൈഡിന്റെ അല്ലെങ്കിൽ സിൽവർ ബ്രോമൈഡിന്റെ ഒരു സിംഗിൾ മോളിക്യൂൾ, അതിനാണ് നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ എക്സ്പോഷർ നടന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിൽവർ ഹാലൈഡിനെ കൺവേർട്ട് ചെയ്തിട്ട് മെറ്റാലിക് സിൽവർ ആയി മാറിയിട്ടുണ്ട്. മെറ്റാലിക് സിൽവർ, ഓക്കെ, മെറ്റാലിക് സിൽവർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ റേഡിയേഷൻ തട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ AgBr തന്നെയാണല്ലേ ഉണ്ടാവുക അല്ലെ? AgBrന്റെ എമൾഷൻ കോട്ടിങ് തന്നെയല്ലേ ഉണ്ടാവുക അല്ലേടാ? ഹലോ, ഓക്കെ. അപ്പൊ ഞാന് ഈ പറഞ്ഞ ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് നമ്മൾ ഈ ഷീറ്റ് മുക്കി വെക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു കുറേ നേരം മുക്കി വെച്ച് കഴിഞ്ഞാല്, മുക്കി വെക്കുന്ന ഓൺ ദ സ്പോട്ട് നമ്മുടെ ലാറ്റന്റ് ഇമേജ് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ മെറ്റാലിക് സിൽവർ ആയിട്ട് കൺവേർഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇനിയും കുറെ നേരം കൊടുക്കുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള AgBrന്റെ അകത്തുനിന്നും ഇതേ കൺവേർഷൻ നടക്കും. അതായത് അധികം സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷീറ്റ് മൊത്തമായിട്ട് മെറ്റാലിക് സിൽവറിന്റെ കോട്ടിംഗ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ടൈം അവിടെ കൺട്രോൾ ചെയ്യണം. ടൈം എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എക്സസ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺഎക്സ്പോസ്ഡ് ഏരിയയിലും ഈ പറയുന്ന ഈ ഒരു കൺവേർഷൻ നടന്നേക്കാം. എന്താ കൺവേർഷൻ? എന്താ സിൽവർ ഹാലൈഡ് ഗ്രെയിൻസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? മെറ്റാലിക് സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോ നമുക്കിവിടെ എക്സ്പോസ്ഡ് ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? മെറ്റാലിക് സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം കൺട്രോൾ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഡെവലപ്പിംഗ് ഏജന്റിന്റെ ബാത്തിനകത്ത് നമ്മുടെ ഫിലിമിനെ കൊണ്ടുപോയി ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ എവിടേക്കാണോ എക്സ്പോഷർ നടന്നിട്ടുള്ളത് അവിടെ ഒരു കൺവേർഷൻ നടക്കും, മെറ്റാലിക് സിൽവർ ആയിട്ടുള്ള കൺവേർഷൻ നടക്കും. ദെൻ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ ടൈം കൊടുക്കരുത്. ഓവർ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അൺഎക്സ്പോസ്ഡ് ഏരിയയിലും ചിലപ്പോൾ ഈ ഡെവലപ്പിംഗ് നടക്കാം. അപ്പൊ ഈ കൺവേർഷനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് എന്ന് പറയാം. ഇവിടെ മെറ്റാലിക് സിൽവർ ആയിട്ടുള്ള ഒരു കൺവേർഷൻ ഉണ്ടല്ലോ, സിൽവർ ഹാലൈഡ് ഗ്രെയിൻസ് കൺവേർട്ടഡ് ടു മെറ്റാലിക് സിൽവർ, ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ പ്രോപ്പർ ടെമ്പറേച്ചറും പ്രോപ്പർ ടൈമിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോസ്ഡ് ഗ്രെയിൻസ് കൺവേർട്ടഡ് ടു പ്യുവർ സിൽവർ. ദെൻ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡെവലപ്പിംഗ് ഏജന്റുകൾ ആരൊക്കെയാണ്. നമ്മളിപ്പോ പറഞ്ഞു ഡെവലപ്പിംഗ് ഏജന്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിനകത്ത് നമ്മുടെ ഫിലിം മുക്കി വെക്കുക ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും ഇല്ല, പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഡെവലപ്പിംഗ് ഏജന്റ്, കോമൺലി യൂസ്ഡ് ഡെവലപ്പിംഗ് ഏജന്റ്, മീറ്റോൾ.
phenidone, dimethone, hydroquinone, then alkaline agents such as sodium carbonate, borax, or sodium hydroxide. അപ്പോൾ കോമൺലി യൂസ്ഡ് ഡെവലപ്പിംഗ് ഏജൻസ് ഒരു 3 പേരെങ്കിലും ഓർത്ത് വെക്കുക. മീറ്റോൾ, ഫെനിഡോൺ, ദെൻ ഡൈമീസോൺ, ദെൻ ഹൈഡ്രോക്വിനോൺ, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ്, ബൊറാക്സ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈക്ക് എലമെന്റ്സ്. അപ്പോ എന്താണ് ഡെവലപ്പിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. എന്താ ഡെവലപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? ഡെവലപ്പിംഗ് സ്റ്റേജിനകത്ത് സംഭവിക്കുന്നത് എന്താ? സിൽവർ ഹാലൈഡിനെ മെറ്റാലിക് സിൽവർ. എല്ലാ സിൽവർ ഹാലൈഡിനും ആണോ എക്സ്പോസ്ഡ് ഏരിയയിലുള്ള സിൽവർ ഹാലൈഡ് അല്ലെ? ഓക്കെ, അത് നമ്മളിപ്പോ പറഞ്ഞാൽ ഒന്നുകൂടി ഒന്നൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഷീറ്റ്, നമ്മുടെ ഫിലിം, ഇവിടെ ഫിലിമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ കുറെ പെന്റഗണും ഹെക്സഗണൊക്കെ പോലെ കാണിച്ചിട്ടുള്ളത് AgBrന്റെ ഓരോരോ മോളിക്യൂൾ ആണ്, ഗ്രെയിൻ ആണ്. ഇതൊക്കെ AgBr ഗ്രെയിൻ ആണ്. അപ്പൊ ബിഫോർ എക്സ്പോഷർ, അതായത് എക്സ്റേ എല്ലാം വന്ന് വീഴുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മുടെ ഫിലിമിന്റെ ഓൾ ഓവർ ഇതേപോലെ ഗ്രെയിൻ ആയിട്ട് AgBr ഗ്രെയിൻസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ കോട്ടിങ് കൊടുത്ത എമൾഷൻ കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ എക്സ്പോഷർ ഒന്നും നടന്നിട്ടില്ല, ബിഫോർ യൂസിങ് ആണ്. ദെൻ എക്സ്പോഷർ നടന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ എക്സ്റേസ് പോയിട്ടുള്ളത്, ഇതിപ്പം ഇതാ ഈ ഗ്രെയിനിൽ ഇവിടെ ഉണ്ട്, ഈ ഗ്രെയിനിൽ ഇവിടെ ഉണ്ട്, ഈ ഗ്രെയിനിൽ ഇവിടെ എക്സ്റേ വന്നിട്ടുണ്ട്, ഈ ഗ്രെയിനിൽ ഇവിടെ എക്സ്റേ വന്ന് വീണിട്ടുണ്ട്, ഈ ഗ്രെയിനിൽ ഇവിടെ എക്സ്റേ വന്ന് വീണിട്ടുണ്ട്, ഇവിടെ എക്സ്റേ വന്ന് വീണിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ എക്സ്പോഷർ ദ ഫിലിം കണ്ടെയ്ൻസ് എ ലാറ്റന്റ് ഇമേജ്. അതിനാണല്ലോ നമ്മൾ ഈ ഒരു റേഡിയേഷൻ വന്ന് വീണാൽ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ചിനെയാണ് നമ്മൾ ലാറ്റന്റ് ഇമേജ് എന്ന് പറയാ എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇതാണ് നമ്മുടെ ഫിലിമിനകത്ത് എക്സ്റേ വന്ന് വീഴുന്ന സ്ഥലങ്ങളിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് നമ്മളെ ഡെവലപ്മെന്റ്. അപ്പൊ ഇപ്പൊ നോക്കുക എവിടേക്കാണ് എക്സ്റേ വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രെയിനിൽ എക്സ്റേ ഉണ്ട്, ഇവിടെ ഗ്രെയിനിൽ എക്സ്റേ ഉണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ ഗ്രെയിനിൽ എക്സ്റേ ഉണ്ട്, ഈ ഗ്രെയിനിൽ എക്സ്റേ ഉണ്ട്, ഈ ഗ്രെയിനിൽ എക്സ്റേ ഉണ്ട്, ഈ ഗ്രെയിനിലും എക്സ്റേ ഉണ്ട്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെവലപ്മെന്റ് സ്റ്റേജില് എവിടേക്കാണോ എക്സ്റേസ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് ആ സ്ഥലങ്ങളിലെ ഗ്രെയിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മെറ്റാലിക് സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്യില്ലടാ. ഓക്കെ, അപ്പൊ ഇത്രയും ഗ്രെയിൻസ് മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതോ ഒരു ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. മീറ്റോൾ പോലെയുള്ള അല്ലെ ഹൈഡ്രോക്വിനോൺ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് ഞാൻ ഡിപ്പ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഓരോ ഗ്രെയിനും മെറ്റൽ സിൽവർ ആയിട്ട് മാറണം. ബാക്കിയുള്ളതിന് എന്തെങ്കിലും സംഭവിക്കാൻ പാടുണ്ടോ? ബാക്കിയുള്ള ഗ്രെയിനുകൾക്ക് ഒന്നും സംഭവിക്കരുത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ആഫ്റ്റർ ഡെവലപ്മെന്റ്. നേരത്തെ നമ്മുടെ എക്സ്റേസ് വന്ന് വീണ എല്ലാ ഗ്രെയിനും ഇപ്പോ മെറ്റൽ സിൽവർ ആയി. അതാണ് ബ്ലാക്ക് കളറിൽ കാണിച്ചത്. മെറ്റൽ സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദ ഡെവലപ്പർ കൺവേർട്സ് ദി ന്യൂട്രൽ സിൽവർ ആറ്റംസ് ഇൻടു സോളിഡ് ഗ്രെയിൻസ് ഓഫ് മെറ്റാലിക് സിൽവർ. മെറ്റാലിക് സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് വിച്ച് ഈസ് ഷോൺ ഇൻ ബ്ലാക്ക് കളർ. ദെൻ അടുത്തത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? 5 സ്റ്റെപ്പില് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞാണ് 5 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ്, സെക്കൻഡ് വൺ സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ് അല്ലേ? മൂന്നാമത്തത് ഫിക്സിങ്. ഈ പേരുകൾ ഓർമ്മ വേണം. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ദെൻ സെക്കൻഡ് വൺ സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ്. എന്താണ് സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്, ഡെവലപ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓവർ ടൈം നമ്മൾ ഡെവലപ്പിംഗ് ഏജന്റിനകത്ത് ഇതിനെ മുക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രെയിനും ചിലപ്പോൾ ബ്ലാക്ക് കളർ ആവും. ഇവിടെ ഇപ്പോൾ എല്ലാം ബ്ലാക്ക് കളർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് ടൈമിനുള്ളിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെവലപ്മെന്റിനെ നിർത്തണം. അതിനെയാണ് സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ് എന്ന് പറയാം. ദ സ്റ്റോപ്പ് ബാത്ത് സിംപ്ലി സ്റ്റോപ്സ് ദി ഡെവലപ്മെന്റ് പ്രോസസ് ബൈ ഡൈല്യൂട്ടിംഗ് ആൻഡ് വാഷിംഗ് ദി ഡെവലപ്പർ അവേ വിത്ത് വാട്ടർ. എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫിലിം നമ്മൾ ഈ ഒരു ഡെവലപ്പിംഗ് ഏജന്റ് ഉള്ള ഒരു ബാത്തിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? ഈ ഡിപ്പ് ചെയ്തതിന്റെ ഈ ബാത്തിനകത്ത് നിന്ന് ഇയാളെ പുറത്തേക്ക് എടുക്കുക. അപ്പോഴും ഇതിന്റെ സർഫസിൽ ഡെവലപ്പിംഗ് ഏജന്റ്സ് ഉണ്ടാവാം. അപ്പൊ ആ ഡെവലപ്പിംഗ് ഏജന്റ്സിനെ കളയണമെങ്കിൽ പുറത്തെടുത്താൽ മാത്രം പോരാ, വെള്ളം ഒഴിച്ചിട്ട് കളയണം. വെള്ളം ഒഴിച്ചിട്ട് ഈ ഡെവലപ്പിംഗ് ഏജന്റ്, ഇതിന്റെ മേലെയുള്ള ഡെവലപ്പിംഗ് ഏജന്റിനെയൊക്കെ വൈപ്പ് ചെയ്ത് പുറത്തേക്ക് കളയണം.
അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പോൾ സ്റ്റോപ്പിംഗ് ദി ഡെവലപ്മെന്റ് എന്നുള്ള സ്റ്റെപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെയുള്ള അൺഎക്സ്പോസ്ഡ് ഗ്രെയിൻസും മേ ബി മെറ്റൽ സിൽവർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടേക്കാം. ദെൻ തേർഡ് വൺ ഈസ് ദ ഫിക്സിംഗ്. ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിലിപ്പോ ഏതൊക്കെയാണോ അൺഎക്സ്പോസ്ഡ് റീജിയൻസ്, അൺഎക്സ്പോസ്ഡ് ഗ്രെയിൻസ് ഏത് കളറിലാണ് ഇവിടെ ഉള്ളത്? അൺഎക്സ്പോസ്ഡ് ഗ്രെയിൻസിന്റെ കളർ ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ ആണോ? ഹലോ, ബ്ലൂ. ബ്ലൂ. ഫിക്സിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇതിൽ അൺഎക്സ്പോസ്ഡ് ഗ്രെയിൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഈ ബ്ലൂ ഇനി ആവശ്യമില്ല, ഈ ബ്ലൂ ഗ്രെയിൻ ഇനി വേണ്ട, ഈ ബ്ലൂ ഗ്രെയിൻ, അതായത് അൺഎക്സ്പോസ്ഡ് ഗ്രെയിനെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ദാറ്റ് ഈസ് ഫിക്സിംഗ്. നെക്സ്റ്റ് വൺ അൺഎക്സ്പോസ്ഡ് ഫിക്സിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഫിക്സിംഗ് സ്റ്റെപ്പ്. അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ആർ റിമൂവ്ഡ് ബൈ ദി ഫിക്സിംഗ് ബാത്ത്. അപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് കെമിക്കൽസ് എടുക്കുന്നു. കെമിക്കൽ സൊല്യൂഷൻസ് എടുത്തിട്ട് ഫിക്സിംഗ് ഏജന്റ്സ് എന്നാണ് ഇതിനെ പറയാ. നേരത്തെ ഡെവലപ്പിംഗ് ഏജന്റ് എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഫിക്സിംഗ് ഏജന്റ് എന്നാ പറയാ. ഈ ബാത്തിനകത്ത് നമ്മുടെ ഫിലിമിനെ ഇറക്കി വെക്കും. ഇറക്കി വെക്കുമ്പോൾ നമുക്കറിയാം ഫിലിം ഇപ്പോ പകുതി മെറ്റൽ സിൽവറും ബ്ലാക്ക് കളറിൽ, ബാക്കി അൺഎക്സ്പോസ്ഡ് റീജിയൻ ആയിട്ടുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റലും ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഫിക്സിംഗ് ഏജന്റിനകത്ത് ഇയാളെ മുക്കി വെക്കുമ്പോൾ ആ ഫിക്സിംഗ് ഏജന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിലുള്ള എല്ലാ ഗ്രെയിൻസിനെയും റിമൂവ് ചെയ്യും, ഒഴിവാക്കും. ദാറ്റ് ഈസ് ഫിക്സിംഗ്. അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ആർ റിമൂവ്ഡ് ബൈ ദി ഫിക്സിംഗ് ബാത്ത്. ദ ഫിക്സർ ഡിസോൾവ്സ് ഓൺലി സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ലീവിംഗ് ദ സിൽവർ മെറ്റൽ ബിഹൈൻഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനെ ഒരു ഫിക്സിംഗ് ബാത്തിനകത്ത് കൊണ്ടുപോയി ഡിപ്പ് ചെയ്താൽ ആ ഫിക്സിംഗ് ബാത്തിലുള്ള ഫിക്സിംഗ് ഏജന്റിന് ആകെ കൂടെ ഒരു പണിയേ അറിയുള്ളൂ. ഇതിനകത്തുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസിനെയൊക്കെ റിമൂവ് ചെയ്യുക. മെറ്റൽ സിൽവറിനെ തൊടില്ല, ഇവരെ ഒന്നും ചെയ്യില്ല, ഇവരെല്ലാം അങ്ങനെ തന്നെ വിടും. എന്നിട്ട് ബാക്കിയുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റലുകളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയും. ദാറ്റ് ഈസ് ഫിക്സിംഗ് പ്രോസസ്. അപ്പൊ ഫിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏജന്റുകളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോഡിയം ഓർ അമോണിയം തയോസൾഫേറ്റ്. പേര് ഓർമ്മ വേണം. നേരത്തെ ഡെവലപ്പിംഗ് ഏജന്റ് ആയിട്ട് പറഞ്ഞ എലമെന്റുകളിൽ ഒരു രണ്ടെണ്ണത്തിന്റെയും പേര് ഓർമ്മ വേണം. ഏതൊക്കെയായിരുന്നു പറഞ്ഞേ ഡെവലപ്പിംഗ് ഏജന്റ്സ്? ഹൈഡ്രോക്വിനോൺ, ബെൻസോണോ, മീറ്റോൾ, പിന്നെ ആൽക്കലൈൻ എലമെന്റ്സ് ഉണ്ട്, ബൊറാക്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഒരു മൂന്നെണ്ണത്തിന്റെയും പേര് ഓർമ്മ വെക്കുക. ഫിക്സിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് ഓർ അമോണിയം തയോസൾഫേറ്റ്. ഓക്കെ. അപ്പോ ഫിക്സിങ്ങിന് ശേഷം നമ്മുടെ ഈ ഫിലിം എങ്ങനെ ഉണ്ടാവുക? ഇതിലെ ബ്ലൂ കളർ കംപ്ലീറ്റ് പോവും, ആ ബ്ലാക്ക് കളർ മാത്രം ബാക്കിയാവും. ദിസ് ഈസ് after fixing our film will be like this. The fixer dissolves unexposed or undeveloped silver bromide crystal. Only solid silver grains are retained which form the radiographic image. അപ്പോൾ ഫിക്സിങ്ങും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? വാഷിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഫിക്സിങ്ങിന് ശേഷം ഞാൻ ഈ ബാത്തിൽ നിന്നും എന്റെ ഫിലിം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇതിനകത്ത് ഇനിയും ഫിക്സിംഗ് ഏജൻസി ഇതിന്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസിനെയൊക്കെ വെള്ളം ഒഴിച്ച് കളയുക. ദാറ്റ് ഈസ് വാഷിംഗ്. ദ ഫിലിം ഈസ് വാഷ്ഡ് വിത്ത് വാട്ടർ ടു റിമൂവ് ഓൾ ദി പ്രോസസിംഗ് കെമിക്കൽസ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഡ്രൈയിങ്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ ഉണക്കുക. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയ സ്ഥിതിക്ക് അതിന്റെ മുകളിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ ഡ്രൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫിലിം ഈസ് ഡ്രൈഡ് ഫോർ വ്യൂയിങ്. അപ്പോൾ ആഫ്റ്റർ ഡെവലപ്മെന്റ് നമ്മുടെ ഫിലിം എങ്ങനെ ഉണ്ടാവുക? ബിഫോർ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ബിഫോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബിഫോർ എക്സ്പോഷർ. നമ്മുടെ ഫിലിം ഇങ്ങനെയായിരുന്നു. ദെൻ എക്സ്പോഷറിന് ശേഷം നമ്മുടെ ഫിലിമിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അത് എക്സ്പോഷർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ലാറ്റന്റ് ഇമേജ് ജനറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ദെൻ ഡെവലപ്മെന്റിന് ശേഷം നമ്മുടെ ഇമേജ് എങ്ങനെയുള്ളത്? ഈ എക്സ്പോഷർ നടന്ന ഏരിയയിലൊക്കെ മെറ്റൽ സിൽവറിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ദി ഫിലിം ആഫ്റ്റർ ഡെവലപ്മെന്റ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് എക്സ്പോഷറിന് ശേഷം ഫിലിമിന്റെ അവസ്ഥ ഇതാ ഈ കാണുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് വൈറ്റ് സ്പോട്ടിംഗ് ആയിരുന്നു. അപ്പൊ ഈ വൈറ്റ് ബ്ലാക്ക് ഈ ഒരു സ്പോട്ടിങ്ങിൽ എക്സ്റേ തട്ടിയ സ്ഥലങ്ങളിൽ മാത്രം ഇമേജ് ഫോം ചെയ്തതാണ് ഈ പ്രോസസ്ഡ് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
സോ ഫിലിം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റന്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത ഫിലിമിൽ നിന്നും ഒരു ആക്ച്വൽ ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിലിം പ്രോസസ്സിംഗ് എന്ന് പറയാ. സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഫസ്റ്റ് വൺ development, second one stopping the development, next fixing, next washing and drying. last one drying. സോ ഇത്രയാണ് ഫിലിം പ്രോസസ്സിങ്ങിനകത്ത് വരുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫിലിം പ്രോസസ്സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ചോദിച്ചാൽ 5 സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മേ ബി എസ് എ ആയിട്ടും ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതേപോലുള്ള ഫിഗർ ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ നമ്പർ 1, 2, 3, 4, 5, ഇല്ല 6. സാർ 5 ഉണ്ട്.